ജില്ലാ ടൂറിസവുമായി പാലരുവിയെ ബന്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറും സംഘവും കിഴക്കൻ മേഖലയിൽ സന്ദർശനം നടത്തി. പാലരുവി, തെന്മല, പുനലൂർ തൂക്കുപാലം എന്നിവയെ ജില്ലാ ടൂറിസത്തിന്റെ ഭാഗമാക്കി മാറ്റുക എന്നതാണ് ഉദ്ദേശ്യം. കിഴക്കൻ മേഖലയിൽ പാലരുവിയുടെ സൗന്ദര്യമുള്ള സ്ഥലം വേറെയില്ലെന്ന് കളക്ടർ അഭിപ്രായപ്പെട്ടു. ഏറ്റവും മനോഹരമായൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഇത്രയും മനോഹരമായൊരു വെള്ളച്ചാട്ടം നമ്മുടെ ഈ പ്രദേശത്തൊന്നുമില്ല. ഇന്ത്യയിൽ തന്നെ ഇതിലും ഇത്രയും മനോഹരമായൊരു വെള്ളച്ചാട്ടം ഉണ്ടോ സാർ? പിന്നെ ഈ കൊല്ലം ടൂറിസമായിട്ട് ഏത് രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും പാലരുവിയെ? കൊല്ലം ടൂറിസമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കണ്ടക്റ്റഡ് ടൂർ മുഖേന ഞങ്ങൾ കണക്ട് ചെയ്യാണ്. കൊല്ലത്തുനിന്നൊരു കണ്ടക്റ്റഡ് ടൂർ എത്രയും വേഗം പ്രവർത്തനമാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഭാവിയിൽ കൊല്ലത്തുനിന്ന് പുനലൂർ, തെന്മല വഴി പാലരുവിയിലേക്ക് കണ്ടക്ടർ ടൂർ പ്രാവർത്തികമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കളക്ടർക്കൊപ്പം DTPC അംഗങ്ങളായ K. കരുണാകരൻ പിള്ള, N. ജയചന്ദ്രൻ, പ്രസാദ് നാണപ്പൻ, അഷ്ടമുടി വേണു, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ അബ്ദുൾ റഷീദ് എന്നിവരും ഉണ്ടായിരുന്നു. തെന്മലയിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ, S. നവമണി, ആര്യങ്കാവിൽ നിന്ന് വാർഡ് മെമ്പർ സണ്ണി ജോസഫ്, പാലക്കൽ വിജയകുമാർ, പാലരുവി വനസംരക്ഷണ സമിതി പ്രസിഡന്റ് G. വിശ്വനാഥൻ നായർ, സെക്രട്ടറി അജയകുമാർ എന്നിവർ സംഘത്തെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്.